ദൈവത്തിന് മഹത്വം. ഈ നല്ല ദിവസത്തിന് നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവാണ് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ദൈവജനം പറഞ്ഞ എല്ലാ നല്ല ദാനവും തികഞ്ഞവരൊക്കെയും ഉയരങ്ങളിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. പിതാവിൻ്റെ പ്രത്യേകത അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കുന്നില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്തനും, താൻ മാത്രം അമർത്തിയതുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനും മനുഷ്യരെ കണ്ടിട്ടില്ലാത്തവനും കാണുവാൻ കഴിയാത്ത കർത്താവ് ജഡധാരിയായി ഭൂമിയിൽ ഇറങ്ങി വന്ന് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്, ഈ തേജസ്സുള്ള കർത്താവിനെ തേജസ്സിൽ കാണുന്നൊരു അനുഭവത്തിലേക്ക് നമ്മൾ ഒരുങ്ങുവാനായിട്ട് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള വഴി നമുക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ജീവിതയാത്രയിൽ നമ്മളെല്ലാവരും ഇരുട്ടിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. എന്നാൽ ദൈവജനം പറഞ്ഞ അന്ധകാരത്തിൽ നിന്നല്ലേ നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഇരുട്ടെല്ലാം നീക്കി കർത്താവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും വെളിച്ചമാകുന്ന തേജസ്സാകുന്ന കർത്താവ് വന്നിട്ട് നമ്മളെ ആ ദൈവവചനത്തിന് അനുസരണത്തിൽ കൂടി വഴി നടത്തുകയാണ് ചെയ്യുന്നത്. യേശു കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലത്തില്ല. മാത്രമല്ല കർത്താവിൻ്റെ വചനം നമ്മളെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് എന്ന് പറഞ്ഞാൽ കൃത്യതയോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. സങ്കീർത്തനം 32:8 പറയുന്ന പോലെ, ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. അതിനായിട്ടാണ് ദൈവം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളൊക്കെ നൽകി തരുന്നത്. ഇത് തിരിച്ചറിയുന്ന വ്യക്തിക്ക് ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും കർത്താവിന് നന്ദി പറയാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. വചനം പറഞ്ഞ് നിങ്ങൾ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമം മഹത്വപ്പെടണം. അങ്ങനെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കിട്ടാത്ത തീറ്റയിലേക്കും കുടിയിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യപരിപാടികളിലേക്കൊന്നും നമ്മൾ പോകരുത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കണം, ഇത് ദൈവനാമം മഹത്വപ്പെടുമോ? ദൈവത്തിന് മഹത്വം കിട്ടാത്ത, ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒന്നിലോട്ടും നമ്മൾ കയറി തല വെച്ചു കൊടുക്കരുത്. മറിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും. അത്ര ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് പറയുന്നത്. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്ന് ദൈവജനം പറഞ്ഞു. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടും വിറയലോടും കൂടെ നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇത് ദുഷ്കാലമാണ്. സമയം തക്കത്തിൽ വിനിയോഗിക്കണം, വചനത്തിൽ ഉറ്റിരിക്കണം, ദൈവവചനത്തിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തണം, പാപവഴികൾ വിട്ടുതിരിയണം, മനസ്സ് പുതുക്കണം, എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഇങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി അധികം ഒരുങ്ങുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം, അതിൻ്റെ 36-ാം അധ്യായം 29-ാം വാക്യം. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം, അതിൻ്റെ 36-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. ഞാൻ നിങ്ങളുടെ സകല കിട്ടിയോ ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും എല്ലാ നന്മകളാലും നിറയുവാനൊക്കെ വലിയ ആഗ്രഹമാണ്. ദൈവജനം പറയുന്നുണ്ടല്ലോ, നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ദൈവമായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കും. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവിധമായിട്ടുള്ള നന്മകളും നമുക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തും എന്നാണ് പറയുന്നത്. മാത്രമല്ല തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറയാണ്, ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കും. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് ദൈവമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളിലുള്ള മലിനതകൾ എന്ത് ചെയ്യണം? നമ്മൾ നീക്കിക്കളയണം. കാരണം പലവിധമായിട്ടുള്ള മലിനതകളും മലിനാത്മാവിൻ്റെ സ്വാധീനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടന്നിട്ട് ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ വണ്ണം തടുത്തു വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ശക്തികളാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കും. എന്നിട്ട് പറയാം, നിങ്ങളെ രക്ഷിക്കും. കേട്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെടുകയാണ്, അതല്ലേ? അവനെ കൈക്കൊണ്ട്, ശ്രദ്ധിക്കണേ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മനസ്സിലായോ? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല, സ്ത്രീ പുരുഷ ബന്ധത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു വീണ്ടും ജന്മം പ്രാപിച്ചു. നമ്മൾ ചോദിക്കുന്നില്ലേ, രക്ഷിക്കപ്പെട്ടതാണോ? എന്തോ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ രക്ഷ എന്ന് പറഞ്ഞാൽ? രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. അപ്പോൾ എന്താണ് ശിക്ഷ? ശിക്ഷ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമായ
നരകം, നിത്യമായ മരണമാണ് ശിക്ഷ. ആ ശിക്ഷയിൽ നിന്നും യേശു കർത്താവ് നമ്മളെ രക്ഷിച്ചു. ഈ രക്ഷാകരമായ കാര്യം നിങ്ങൾ അറിഞ്ഞുവോ? അപ്പോൾ ഒരു വ്യക്തി ഇത് അറിയുമ്പോൾ ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി, പാപത്തിൽ രക്ഷിക്കുന്നവനായി, കർത്താവായി, ഇനി എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നവനായി ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ യേശുവിനായിട്ട് സമർപ്പിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. കണ്ടോ, ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. മാത്രമല്ല, ഈ മലിനതകൾ നീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്നത്, ദൈവവചനം പറയുന്നത്, കർത്താവ് എന്ത് ചെയ്തു? അവൻ നമ്മളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം ശിക്ഷിക്കാതെ വിട്ടു. എങ്ങനെ? ദൈവം തൻ്റെ പൊറുമയിൽ, അല്ലേ? റോമാലേഖനത്തിൽ അങ്ങനെ ഒരു വാക്യമില്ലേ? റോമാലേഖനം എനിക്കൊന്ന് 3:25 വായിച്ചു നോക്കൂ. റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരും ആകേണ്ടത് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ഇവിടെ പറയാ, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ഇതാണ് ഒരു വ്യക്തി രക്ഷയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. കർത്താവ് നമ്മുടെ അതുവരെയുള്ള എല്ലാ പാപങ്ങളും എന്ത് ചെയ്തു? ക്ഷമിച്ചു, മറന്നു, പൊറുത്തു, മായ്ച്ചു കളഞ്ഞു, പുറകിലേക്ക് എറിഞ്ഞു കളഞ്ഞു, അല്ലേ? ഇനി ഞാനത് ഒരിക്കലും ഓർക്കുന്നില്ല, അത് ആഴിയുടെ അഗാധതയിലേക്ക് എറിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. പറഞ്ഞതിൻ്റെ താല്പര്യം, നമുക്കെതിരായി പിശാച് എഴുതിയിരുന്ന എല്ലാ മേലെഴുത്തുകളും മായ്ച്ചു കളഞ്ഞു. ഇതിനാണ് ഒരു വീണ്ടും ജന്മം എന്ന് പറയുന്നത്. പക്ഷേ ഈ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തി എന്ത് ചെയ്യണം? അവൻ്റെ മനസ്സിനെ പുതുക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ മനസ്സിനെ പുതുക്കണം. ആ മനസ്സിനെ പുതുക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരുന്നത്. മനസ്സിലായി? ഇതിനാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ദൈവവചനത്തിൽ കാണുന്നുണ്ടല്ലോ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ദൈവം വിശുദ്ധനാണ്, വിശുദ്ധിയോടെ ആരും ദൈവത്തെ കാണത്തില്ല, എല്ലാവരോടും സമാധാനമായ ശുദ്ധീകരണം ആചരിക്കണം, ശുദ്ധീകരണം കൂടാതെ. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം എന്ന് പറയുന്നത്, ഈ കർത്താവിനെ സ്വീകരിച്ചൊരു വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ വ്യക്തികളും എന്ത് ചെയ്യണം? ദൈവമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആത്മീയമായിട്ട്, മാനസികമായിട്ട്, ഭൗതികമായിട്ട്, ശാരീരികമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കാനായിട്ട് ആ വ്യക്തി എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. ആ നയിക്കപ്പെടുന്ന കാലയളവിൽ നമ്മൾ അകത്ത് ഇതുവരെ നമ്മൾ നിയന്ത്രിച്ചിരുന്ന എന്തൊക്കെ ശക്തികളാണോ എൻ്റെ ഉള്ളിലിരിക്കുന്നത്, എന്തൊക്കെ ബന്ധങ്ങളാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്, അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. മനസ്സിലാവുന്നുണ്ടോ? വചനം പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്നു. ഇനി ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് എന്തറിയുന്നത്? എൻ്റെ അനുഗ്രഹങ്ങൾക്ക് എന്താണ് എന്നിൽ തടസ്സമായിരിക്കുന്നതെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുന്നത്. അപ്പോൾ അത് പലവിധമായിട്ടുള്ള ശക്തികൾ നമ്മുടെ ഉള്ളിലുണ്ടാവാം. അതിനെയാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മലിനതകളെല്ലാം നീക്കണോ, ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി. അത് ശ്രദ്ധിക്കണം നിങ്ങൾ, സകല മലിനതകൾ. നമ്മൾ പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനൊരു കാര്യം കാണാം. ഈ സകല എന്ന് പറയുന്നൊരു വാക്ക് നമ്മളെപ്പോഴും അണ്ടർലൈൻ ഇടേണ്ട ഒരു വാക്യമാണ്. പത്രോസ് എഴുതിയ ലേഖനം, അതിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഈ അവിടെ പറയുന്ന ഓരോ വാക്ക്, സകല ദുഷ്ടതയും വായിച്ചട്ടെ കേട്ടോ. അവിടെ നോക്കിയ എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും കേട്ടോ നീക്കിക്കളഞ്ഞു. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിച്ചു. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചതുപോലെ കെടാത്തു നിലനിൽക്കുന്ന ദൈവവചനത്താൽ ഉരുവായ ദൈവ മനുഷ്യൻ വളരണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പറയുന്ന മലിനതകളെ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. എന്നിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആ വ്യക്തി വളരത്തുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ്, ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി. പക്ഷെ ഇത് നീക്കിക്കളയാനായിട്ട് ആർക്കും ആഗ്രഹം വേണം? നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹം വേണം. അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയാണ്, സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ നുണ, ഇതെല്ലാം നീക്കിക്കളയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നമ്മൾ മാറണം. അതെങ്ങനെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാകുന്നത്? വചനത്തിൻ്റെ കേൾവിയിലാണ്. മനസ്സിലായോ?
വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരും. വചനം കേൾക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള പല മലിനതകളുണ്ട്, എന്നെ നിയന്ത്രിക്കുന്ന പല ശക്തികളുണ്ട്, കർത്താവെ അതിനെല്ലാം നീക്കിക്കളയാൻ എന്നെ സഹായിക്കണമേ. കാരണം അങ്ങനെ ഇരിക്കുന്ന പല ശക്തികളും, നമ്മൾ നിയന്ത്രിക്കുന്ന പല ശക്തികളും നമ്മളുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. മനസ്സിലായോ? തീത്തോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, തീത്തോസ് എഴുതിയ ലേഖനം 1:15 അവിടെ പറയാണ്, ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും നല്ലമായി തീർന്നിരിക്കുന്നു. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവരെ നിഷേധിക്കുന്നു. ഇവിടെ പറയാ ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായിരിക്കുന്നു. കേട്ടോ, രണ്ട് കാര്യം പറയാം. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ചിത്തം, മനസ്സ്. അടുത്തത് മനസാക്ഷി മലിനമായിരിക്കുന്നു. എന്നാൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ചിത്തവും മനസാക്ഷിയും ദൈവസന്നിധിയിൽ നിർമ്മലമായിരിക്കണം. അല്ല, അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ടല്ലോ, എനിക്ക് ഇന്നയോളം ദൈവത്തോടും സകല മനുഷ്യരോടും നല്ല മനസാക്ഷിയുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നിർമ്മലമായിട്ടുള്ളൊരു മനസാക്ഷി, നല്ല മനസാക്ഷി നമുക്കുണ്ടാകണം. അപ്പോൾ ഇതിന് മനസാക്ഷിയെ മലിനമാക്കുന്ന പല ശക്തികളുണ്ട്. നമ്മളൊരു വാക്യം വായിക്കും, സക്കര്യാവിൻ്റെ പുസ്തകം 13:2 വായിക്കുകയാണെങ്കിൽ, സക്കര്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം. അന്നാളിൽ ഞാൻ ദേശത്ത് നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിന്റെയും ദേശത്ത് നിന്ന് നീക്കിക്കളയും. അവിടെ പറയുന്ന രണ്ട് കാര്യം കേട്ടോ നിങ്ങൾ. 13-ന്റെ 2-ാം വാക്യം പറയണം. അവിടെ പറയണം, ഞാൻ മലിനാത്മാവിനെയും പ്രവാചകന്മാരെ, ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കള്ളപ്രവാചകന്മാരാണ്. ഞാൻ എന്ത് ചെയ്യും? നീക്കിക്കളയും. ഒരു മിനിറ്റ്, ഒന്നുകൂടി ഇത് വായിച്ചോട്ടെ. ഞാൻ ഇവിടെ പറയണ കേട്ടോ, അന്നാളിൽ ഞാൻ ദേശത്ത് നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും. ഇപ്പം നമ്മൾ പറയും, ഇതൊക്കെ വായിക്കും, നമ്മൾ വിചാരിക്കും നമ്മൾ വിഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലേ? നമ്മളുടെ അകത്ത് ദൈവത്തേക്കാൾ അധികമായി നമ്മൾ ആരാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും വിഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് അത് തടസ്സമായി തീരും. മനസ്സിലായോ? അവിടെ നമ്മൾ നേരത്തെ വായിച്ച ആ വാക്യത്തിൽ വായിച്ചെന്തായിരുന്നു? മലിനത നീക്കിയാലാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പറ്റുന്നത്. നമ്മളത് നീക്കിക്കളയണം. അപ്പോൾ ഇവിടെ പറയണം, വിഗ്രഹങ്ങളുടെ പേര് ഞാൻ ഇല്ലാതാക്കും. നമ്മുടെ ഉള്ളിൽ പല വിഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവജനം പറയുന്നത്, എന്നേക്കാൾ അധികമായി ഒന്നിനെയും സ്നേഹിക്കരുത്. അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ വസ്തുവകകളെയോ പ്രിയപ്പെടുന്നവരാരും എനിക്ക് കൊള്ളാകുന്നവനാണ്. അപ്പോൾ ഒന്നും നമ്മളുടെ ഉള്ളിൽ ഒരു വിഗ്രഹമായിട്ട് ഇരിക്കരുത്. മറിച്ച് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? യേശു നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി വസിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മളെ നിറച്ച് അപ്പനെ എങ്ങനെ സ്നേഹിക്കണം, അമ്മയെ എങ്ങനെ സ്നേഹിക്കണം, സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, ഭാര്യ എങ്ങനെ സ്നേഹിക്കണം, ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാകാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു ഇതുള്ളത് കൊണ്ടല്ല. പലരും വിചാരിക്കുക എന്നേക്കാൾ അധികമായി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടെങ്ങനെ? കാരണം പാപത്താൽ മലിനമാക്കപ്പെട്ട മനസ്സിൽ നിന്നും പുറപ്പെടുന്നൊരു സ്നേഹമല്ല നമുക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് നിറയപ്പെടുന്ന ദൈവസ്നേഹത്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളെ കാണാനായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പൂർണ്ണമായിട്ടും നിൻ്റെ ഹൃദയത്തിൽ എനിക്ക് വസിക്കാനായിട്ട് ഇടം തരണം. അതിനാണ് വചനം പറഞ്ഞത്, നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. അങ്ങനെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുക. അതിനൊക്കെ നീക്കിക്കളയാനായിട്ടൊക്കെ നമുക്ക് പറ്റും. അതാണ് ഇവിടെ, അന്നാൾ ഞാൻ ദേശത്തു നിന്ന് വിഗ്രഹങ്ങളുടെ പേരില്ലാതാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. എന്നിട്ട് പറയാം, ഞാൻ പ്രവാചകന്മാരെയും എന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകന്മാരെ, കാരണം ദൈവഹിതത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുന്ന, ലോകമോഹങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, വശീകരണത്തിലേക്ക് കൊണ്ടുപോകുന്ന, നിത്യതയുടെ പ്രകാശനം നഷ്ടപ്പെടുത്തത്തക്ക രീതിയിൽ മോഹങ്ങളെ ഉത്തേജിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരെയും,
അടുത്ത് പറയാണ് മലിനാത്മാവിനെയും. കാരണം ഒരു കാര്യം കണ്ടത് നിങ്ങൾ, മലിനാത്മാവ്. ദൈവം തൻ്റെ വിശുദ്ധിയുടെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് അല്ലേ. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മളും വിശുദ്ധിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന് തടസ്സം നിൽക്കുന്ന പല ശക്തികൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? മലിനാത്മാവ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അങ്ങനെ നീക്കിക്കളയുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുക. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ സകല മലിനതകളും നീക്കി. കേട്ടോ, ഈ മലിനതകൾ എന്ന് പറഞ്ഞാൽ എന്ത്? മലിനത എന്ന് പറഞ്ഞാൽ മലിനാത്മാവ് ഉള്ളിൽ വസിക്കുക. പിടിയിടുന്നുണ്ടോ? ആ മലിനാത്മാക്കളെ ആണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്യിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തുവാ? മലിനാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? ജഡത്തിൻ്റെ പ്രവൃത്തികൾ അല്ലേ. അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, ഇതൊക്കെ ഉണ്ടോന്ന് നോക്കണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ. പക, പിണക്കം, ജാരശങ്ക, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത് മുതലായവ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പല ശക്തികളുണ്ട്. ആ ശക്തികളുടെ പേരാണ് മലിനാത്മാവ്, അശുദ്ധാത്മാവ്, ഭൂതാത്മാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്. അങ്ങനെ കുറേ പേരുകൾ നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള മലിനാത്മാക്കൾ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം 2 തിമോത്തി 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തൊട്ട് അവിടെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇതവിടെ പറയുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക, മനുഷ്യർ സ്വസ്നേഹികൾ. കേട്ടോ, ഈ മലിനാത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എപ്പോഴും സ്വയസ്നേഹമായിരിക്കും ഉണ്ടാകുക. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നയിക്കത്തില്ല. കേട്ടോ, സ്വസ്നേഹം, ദ്രവ്യാഗ്രഹികൾ. കാരണം ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകും പലവിധമായിട്ടുള്ള ഈ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന അശുദ്ധാത്മാക്കൾ, ഭൂതാത്മാക്കൾ. കേട്ടോ, സ്വസ്നേഹികൾ. അടുത്ത് ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുക, തന്നെത്താൻ ഉയർത്തുക. ദൈവവചനം പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള പല ഇത്തരത്തിലുള്ള ശക്തികൾ എന്ത് ചെയ്യും? വമ്പ് പറയും, ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ കാണിക്കും. അഹങ്കാരികൾ. കേട്ടോ, അഹങ്കാരം. പിശാചാണ് അഹങ്കാരി എന്ന് പറയുന്നത്. പിശാജ് ബോഷ്ക്ക് പറയുന്നവനാണ്. പിശാജ് അഹങ്കാരിയാണ്. അതുകൊണ്ടാണല്ലോ അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് വീണു? ഞാൻ അത്യുന്നതനോട് സമനാകും. ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കും അല്ലേ. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെയിരുന്നു വാഴും. ഇതെല്ലാം അഹങ്കാരത്തിൻ്റെ സൈനാണ്. എന്നല്ലയോ നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പോൾ അഹങ്കാരം ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അഹങ്കരിക്കുകയല്ല, എല്ലായ്പ്പോഴും തന്നെത്താൻ താഴ്ത്തുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയായിട്ട് തീരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ വ്യാപരിക്കുന്ന ശക്തികളുണ്ട്. അതിന്റെ പല വിധമായിട്ടുള്ള പേരുകളാണ് മലിനാത്മാവ്, അശുദ്ധാത്മാവ്, ഭൂതാത്മാവ്, ഇരുട്ടിന്റെ ആത്മാവ്, തിന്മയുടെ ആത്മാവ്, പലവിധമായ പേരുകളാണ്. മനസ്സിലായോ? കാരണം നമ്മളിപ്പോൾ കുറിവാക്യമായിട്ട് വായിച്ച വാക്യം എന്തായിരുന്നു? ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം അല്ലെ. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. അപ്പോൾ എല്ലാവിധമായിട്ടുള്ള നന്മകളും നമ്മളെ പിൻപറ്റുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമ്പോൾ എന്താണ് അതിന് തടസ്സം നിൽക്കുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതിൻ്റെ ലിസ്റ്റുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിൽ നമ്മൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. പലതരത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളിതിനെ മനസ്സിലാക്കുകയാണ്. പറയാണ് അടുത്തത് ദൂഷകന്മാർ, ദുഷിക്കുന്ന അത് കണ്ടോ, മറ്റുള്ളവരെ ദുഷിച്ചു പറയാം. വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, വമ്പും ദൂഷണനാവുമുള്ളൊരു സ്ത്രീ. പിടിയിടുന്നതോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുഷിക്കുന്ന സംഭവങ്ങൾ പറയണം. ദൂഷകന്മാർ. അടുത്ത് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. കേട്ടോ, അമ്മയപ്പന്മാരെ ഈ കാലഘട്ടങ്ങളിലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി കരഞ്ഞ് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് കേട്ടായിരുന്നു. തൻ്റെ മകൻ എറണാകുളത്ത് ആണ് പഠിക്കുന്നത്. ഒരു മോനേ ഉള്ളൂ. അമ്മ പുറത്തെവിടെ ജോലി ചെയ്യാണ്. ഈ മകൻ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിൽ പെട്ടു. അമ്മ മോൻ നന്നായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തു. പക്ഷെ അവൻ ഡ്രഗ്സിന് അടിമയായി മറ്റു പല ദോഷമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ടു. ആ അമ്മ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് അവനില്ലാതെ അവൻ അതുപോലെ അത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ മകനാണ്. ഇപ്പോൾ അവൻ എന്നെ ഇതായി മാറിപ്പോയി, മോശമായ കൂട്ടുകെട്ടിൽ പോയി ഡ്രഗ്സിന് അടിമയായി.
നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ആ മടക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലിപ്പിങ്സ് ഞാൻ കേൾക്കാനിടയായി. അവൻ്റെ പേരും അവിടെ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ജോയൽ എന്നോ മറ്റോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് കണ്ടോ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. അപ്പോൾ ഈ അനുസരിക്കുന്നില്ലെങ്കിൽ അനുസരിക്കാതിരിക്കത്തക്ക രീതിയിലുള്ളൊരു ശക്തി കയറി. അത് മദ്യം ആവാം, മയക്കുമരുന്നാവാം, വ്യഭിചാരമാവാം, ലോകമോഹങ്ങളാവാം. ഇത് നമ്മൾ കാണും, ഇതാ കാണുന്നത്. പക്ഷേ ഇതിനെ അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശക്തി അവിടെ വ്യാപരിച്ചു. അതാണ് അവരപ്പനെ അമ്മയെ അനുസരിക്കാത്ത. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? മക്കളെ, നിങ്ങൾക്ക് നന്മ ഉണ്ടാകുക, നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസോടെ വസിപ്പാൻ, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടി ആദ്യത്തെ കൽപ്പനയാണ്. അപ്പോൾ ആ ദൈവകൽപ്പനയെ ലംഘിക്കുവാൻ വേണ്ടി മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും വ്യഭിചാരത്തിലേക്കും ലോകമോഹങ്ങളിലേക്കും വശീകരണത്തിലേക്കൊക്കെ അശുദ്ധാത്മാക്കൾ, മലിനാത്മാക്കൾ ആ വ്യക്തിയുടെ കയറിയിട്ട് എന്ത് ചെയ്യും? ആ വ്യക്തി വലിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നന്മ നഷ്ടപ്പെട്ടു പോകുന്നു, ദീർഘായുസ് നഷ്ടപ്പെട്ടു പോകും. കണ്ടോ, ഇതാണ് ഇതിന്റെ പിന്നിൽ പിശാചിന്റെ തന്ത്രം. ദൈവ വഴിയിലേക്ക് നയിക്കാതെ, ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിക്കാതെ ആ വ്യക്തിയെ ദൈവത്തിന്റെ വഴിയിൽ നിന്നും വശീകരിച്ചു കൊണ്ടുപോയിട്ട് മരണത്തിന് അധീനനാക്കി നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകും. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയാണ്, അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ. കേട്ടോ, അതാണ് ഈ മലിനാത്മാവിന്റെ പരിപാടി, അശുദ്ധിയിലേക്ക് നയിക്കുക. അൺക്ലീൻ സ്പിരിറ്റ്സ് എന്ന് പറയും. അൺക്ലീൻ സ്പിരിറ്റ്സ്, തോട്ടിൽ അൺക്ലീൻസ് വരിക, ചിന്തകളിൽ നല്ല ചിന്തിക്കാൻ പറ്റുന്നില്ല, മനസ്സിലായോ? വൃത്തിയായി വസ്ത്രം ധരിക്കത്തില്ല. ഓരോ കാര്യങ്ങളിലും വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവർ സുബോധത്തോടെ അല്ലേ വസ്ത്രം ധരിക്കണം. അപ്പോൾ പിശാച് എന്ത് ചെയ്യും? സുബോധം കളയും. സുബോധം കളഞ്ഞു കഴിയുമ്പോൾ അല്ലേ, ഗദിരദേശത്തെ ഭൂതഗ്രസ്തൻ എന്ന് സംഭവിച്ചു? ഭൂതം കയറിയപ്പോൾ അവൻ വസ്ത്രമില്ലാതെ നടന്നിരുന്നത്. സുബോധം വന്നപ്പോൾ വസ്ത്രം ധരിച്ചിരുന്നു, കർത്താവിൻ്റെ അടുക്കൽ വന്നിരുന്നു. ഓരോ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഈ നമ്മൾ പുറത്തു നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, പക്ഷേ അകത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള പല ശക്തികളാണ് എന്ന് മറന്നു വേണ്ട. അശുദ്ധിയിലേക്ക് നയിക്കുക. ദൈവം വിശുദ്ധനാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധിയിലേക്കാണ് നയിക്കുന്നത്. വിശുദ്ധിയിലേക്ക് പോകാൻ ആഗ്രഹിക്കാതെ ഈ പന്നി ചേറിൽ കിടന്ന് ഇതാക്കുന്നത് പോലെ പോകാനുള്ള പലവിധമായ ആഗ്രഹങ്ങൾ ഈ മലിനാത്മാക്കൾ വ്യക്തികളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലായോ? എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ കുറവുകളെ മനസ്സിലാക്കി അപ്പോൾ അതിനെ നീക്കിക്കളയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം ഇതിലൊരു വലിയ ലിസ്റ്റ് പറയാം. അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദേശികൾ, ദ്രോഹികൾ, ധാഷ്ട്യക്കാർ, നിഗളികൾ. കണ്ടോ, ദൈവപ്രിയമില്ല, ഭോഗപ്രിയ, തിന്നുക കുടിക്കുക, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ എത്രത്തോളം അനുഭവിക്കാൻ പറ്റും, അതിലേക്ക് പോകുക. ദൈവപ്രിയമില്ല. യഥാർത്ഥത്തിൽ എന്തിനാ വർദ്ധിച്ചു വരേണ്ടത്? ദൈവപ്രിയനായിട്ടാണ്. മനസ്സിലായോ? ദൈവഭക്തിയിൽ അല്ലേ, അതാണ് നിലനിൽക്കുന്നത്, അതിനാ വർദ്ധിച്ചു വരേണ്ടത്. പക്ഷേ മറ്റു പലതിലേക്ക് പോവുക, അഭിനയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ആരുണ്ടെന്ന് പറയുന്നത്? ഈ മലിനാത്മാ. ഇത് മനസ്സിലാക്കാനേ പറയുന്നത്. ഇത് ചുമ്മാ അങ്ങനെ പറയുന്നതല്ല, ഇതിൻ്റെ എല്ലാം പിന്നിൽ സംഭവങ്ങളുണ്ട്. പക്ഷെ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കും. കേട്ടോ, മലിനതകൾ നീക്കും. എല്ലാ അൺക്ലീൻ സ്പിരിറ്റിനെ, അശുദ്ധാത്മാക്കളെ, ദൈവവിഷയങ്ങളിൽ സമ്പന്നനാകുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളെയും കർത്താവ് നീക്കും. കാരണം എന്തുവാ? അവൻ വെളിച്ചമാണ്, അവൻ വിശുദ്ധനാണ്, അവൻ നീതിയുള്ളവനാണ്, അവൻ കർത്താവ് നമ്മളെ പുത്രന്റെ സ്വരൂപത്തിൽ അനുരൂപമാക്കുന്നവനാണ്. ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മളിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ അതിനെല്ലാം നീക്കും. തിത്തോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അവിടെ വായിച്ച കേട്ടില്ലേ, മലിനതകൾ 1:15 എന്താ വായിച്ചോ? ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നു. ചിത്തവും മനസാക്ഷിയും മലിനമാവുമല്ല വേണ്ടത്. നമ്മൾ റോമലേഖനം 12 പറയുന്ന പോലെ നമ്മൾ മനസ്സ് പുതുക്കി നമ്മളുടെ ചിത്തവും മനസാക്ഷിയൊക്കെ ദൈവത്തിന് പ്രസാദമുള്ള. എനിക്ക് ഇന്നയോളം നല്ല മനസാക്ഷിയുണ്ട്. മനസ്സിലായി? ഒരു നല്ല മനസാക്ഷി ഇല്ലാത്ത ഒരു വ്യക്തിക്കും ദൈവസന്നിധി പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളിൽ ആരെൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? യേശു കർത്താവ് ചോദിക്കുക. ആ ഒരു തലത്തിലോട്ട് കയറി വരാനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നമ്മളെ വിളിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ പറയും, ഞാൻ സകല മലിനതകളും നീക്കും. ഈ സകല എന്ന് പറയുന്ന വാക്ക് അണ്ടർലൈൻ ഇടണം. സകല, മനസ്സിലായോ? സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് ക്ഷാമം വരത്തില്ല, എല്ലാ നന്മകളാലും ദൈവം നമ്മളെ നിറയ്ക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 8-ാം വാക്യം, അവിടെ പറയാണ്,
അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീർന്നിരിക്കും. കണ്ടോ, മനസാക്ഷി ബലഹീനമാകയാൽ മലിനമായി തീർന്നു. മനസാക്ഷി ബലഹീനം, മനസ്സിലായോ? എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മനസാക്ഷിയുടെ എല്ലാ ബലഹീനതകളും മാറ്റും, കുറ്റബോധത്തെ മാറ്റും, നിരാശകളെ മാറ്റും, ഭയങ്ങളെ മാറ്റും, ആകുലങ്ങളെ മാറ്റും, ഉത്കണ്ഠകളെ മാറ്റും, ചിന്താകുലങ്ങളെ മാറ്റും. ഇതെല്ലാം എവിടെയാണ് നടക്കണേ? എല്ലാം മനസ്സിലാണ് നടക്കുന്നത്. യേശുവർത്ത പറഞ്ഞില്ലേ, നിങ്ങൾ ചിന്താകുലം ഇല്ലാത്തവരായിരിക്കണം, അല്ലേ? നിങ്ങൾ ആകുലപ്പെടരുത്. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, 14-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? യോഹന്നാൻ 14:1 യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയം കലങ്ങുക, ഹൃദയം കലക്കുക. മാർത്തയോട് പറയുന്നുണ്ട്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. കാരണം ഇത് പിശാചിന്റെ വലിയ പരിപാടിയാണ്. ആകുലകൾ കൊണ്ടുവരിക, ചിന്തകൾ കൊണ്ടുവരിക, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, നാളത്തെ കാര്യങ്ങൾ എന്തായിത്തീരും, എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെ പലവിധമായ ചിന്തകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സംഭവിക്കുന്നത് എന്താ? മനം കലങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയം ഏകാഗ്രമാവില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കാൻ പറ്റത്തില്ല, ദൈവസ്വരം കേൾക്കാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളെ നയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പറയണം, നമ്മളെല്ലാ കലക്കങ്ങളൊക്കെ മാറ്റണം. കേട്ടോ, ഇവിടെ പറയുകയാണ് അവരുടെ മനസ്സാക്ഷി ബലഹീനമാകിയാൽ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെന്ത് ചെയ്യും? നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. ബലഹീനതകൾ മാറ്റി, ക്ഷീണങ്ങളെ മാറ്റി, തളർച്ചകളെ മാറ്റി, അല്ലേ? അതുകൊണ്ട് വചനം പറയുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. എവിടെയാണ് ഭീരുത്വം കിടക്കുന്നത്? മനസ്സിലാണ്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമ്മളിലേക്ക് പകർന്നിരിക്കുന്നത്. കേട്ടോ, ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവിനെ കർത്താവ് പകരുന്നത്. അത് നമ്മുടെ മനസ്സാക്ഷിയുടെ മലിനതകൾ മാറ്റും. പലരുടെ ഉള്ളിൽ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റബോധങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? കുറ്റബോധങ്ങൾ. എന്നാൽ നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ കുറ്റബോധത്തിൻ്റെ ആത്മാവിനെ മാറ്റിയിട്ട് ദൈവം നീതിയുടെ ബോധ്യം നൽകും. നീ എൻ്റെ പൈതലാണ്, ഞാൻ നിന്റെ പിതാവാണ്. അപ്പാ പിതാവെ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. ഞാനും ദൈവമായുള്ള ബന്ധത്തിൽ സാത്താന് നിനക്ക് യാതൊരു അവകാശവുമില്ല. ഇത് ആ ഒരു ബന്ധത്തിൽ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു തലത്തിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഈ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം, അതിൻ്റെ നമ്മളിപ്പോൾ വായിച്ചത് 36-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 25-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പരിപാടി നമ്മൾ നടക്കുക എന്നുള്ള അവിടെ പറയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിച്ച കുറിവാക്യം അതിൻ്റെ 36-ാം അധ്യായത്തിൻ്റെ 25 മുതൽ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. അവിടെ പറയാം, പതുക്കെ പറയണേ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തെളിക്കും. നിങ്ങൾ നിർമ്മലരായിത്തീരും. നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി. സകല മലിനതയെയും ഇവിടെ എടുത്തു പറയാം മുകളില്. ഞാനിപ്പോൾ നമ്മൾ ആദ്യം വായിച്ച 29-ാമത്തെ വാക്യമാണ്. 25-ാമത്തെ വാക്യത്തിൽ പറയാണ് ഞാൻ നിങ്ങളുടെ സകല മലിനതയും. ഇത് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്യം. നമ്മളുടെ മനസ്സിനൊത്തോണം അല്ല നമ്മൾ വിശുദ്ധിയിലേക്ക് വളരേണ്ടത്, ദൈവത്തിൻ്റെ ആഗ്രഹത്തിനൊത്തോണം വിശുദ്ധിയിലേക്ക് വളരണം. പലരും ചെയ്യുന്ന പറയുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ചെയ്യുക. അതല്ല ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ. മനസ്സിലായോ? ഒരു വീണ്ടും ജന്മം പ്രാപിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി ആ വ്യക്തിക്ക് അവൻ്റെ ഇഷ്ടങ്ങളില്ല. ഗലാത്യർ 2:20 വായിച്ച്. കാരണം ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് സകല മലിനതകളും ഒരു വ്യക്തിയിൽ നിന്ന് നീക്കണമെങ്കിൽ ആ വ്യക്തിക്ക് കുറഞ്ഞത് ഈ ഒരു ബോധ്യമെങ്കിലും ഉണ്ടാകണം. കണ്ടോ, ഒന്നാമത്തെ കാര്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇനി തന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ക്രൂശിക്കപ്പെട്ടെങ്കിൽ കണ്ടോ, അതൊരു തീരുമാനമാണ്. ആ തീരുമാനത്തിലാണ് ക്രൂശീകരണം സംഭവിച്ചത്. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി അടുത്തത്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നു. കണ്ടോ, അപ്പോൾ ഇനി നമ്മൾ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി ജീവനെ വെച്ച് തന്ന യേശു കർത്താവ്, ആ കർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ജീവിക്കുന്നത്. ആ കർത്താവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നിറവേണ്ടത്. ആകയാൽ ഞാൻ എന്ത് ചെയ്തു? ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ക്രൂശിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? യേശു ക്രൂശിൽ കിടന്നിട്ട് എന്ത് സംഭവിച്ചു? ക്രൂശിൽ കിടന്നിട്ട് എന്ത് സംഭവിച്ചത്? ക്രൂശിൽ കിടന്നിട്ട് മരിച്ചു. യേശു മരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രൂശിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? മരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പല ഇഷ്ടങ്ങളെയും ക്രൂശിക്കുമ്പോൾ
ആ ഇഷ്ടങ്ങളെ ഞാൻ മരിക്കാനായിട്ട് ഏൽപ്പിച്ചു എന്നായി പറഞ്ഞതിനർത്ഥം. ഓരോ ഇഷ്ടങ്ങളെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള എൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളെ ഞാൻ ചെയ്യും, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, എൻ്റെ ഇഷ്ടത്തെ കർത്താവ് നിനക്കായിട്ട് സമർപ്പിക്കും എന്നാണ് പറയുന്നത്. അത് മരിക്കാൻ ഞാൻ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഏൽപ്പിക്കുമ്പോഴാണ് ദൈവ തേജസ് നമ്മളിൽ നിറയപ്പെടുന്നത്. കേട്ടോ, ഇവിടെ പറയാണ്, വായിച്ചോട്ടെ, ഞാൻ സകല വിഗ്രഹങ്ങളും 25-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചോട്ടെ, 36-25. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനോട് ചേരുകയാണ്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടുമ്പോൾ, നമ്മൾ അവൻ്റെ മരണമടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാൻ സ്നാനപ്പെടുമ്പോൾ നമ്മളെല്ലാ പാപക്കറകളെയും കഴുകിക്കളഞ്ഞു. മനസ്സിലായോ? രക്താംബരം പോലെ ചുവപ്പായ പാപങ്ങളെ ഞാൻ മഞ്ഞുപോലെ വെണ്മയാക്കി, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു. കണ്ടോ, നിർമ്മല ജലം തെളിക്കും. ഇവിടെ തെളിക്കും എന്ന് പറഞ്ഞാൽ ഇത് വേറെ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്, നമ്മൾ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ചേരുന്ന കാര്യത്തെയാണ്, അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ പറഞ്ഞു, നീ ഇനി എത്രത്തോളം കാത്തിരിക്കും, നീ ചെന്ന് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക പറയുന്നില്ലേ? ആരോട് പറയുന്നത്? ശൗലിനോട് പറയുന്നില്ലേ? നീ എത്രത്തോളം ഇനി കാത്തിരിക്കും, ചെന്ന് പാപക്കറകളെ കഴുകിക്കളയുക. അതിനാണ് സ്നാനം എന്ന് പറയുന്നത്. അടുത്തത് 26, നിങ്ങൾ നിർമ്മലരായിത്തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയും നീക്കി. അപ്പൊ എങ്ങനെ നിർമ്മലീകരിക്കപ്പെടുന്നത്? സകല മലിനതകളെ നമ്മൾ നീക്കണം, സകല വിഗ്രഹങ്ങളെ നീക്കണം. അങ്ങനെ നീക്കുമ്പോൾ നിങ്ങൾ നിർമ്മലീകരിക്കും. കണ്ടോ, ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മളെ താല്പര്യമാണ്. എന്നിട്ട് താഴേക്ക്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. അപ്പൊ ഇങ്ങനെ സംഭവിക്കും. പുതിയൊരു ഹൃദയത്തിന് മാത്രമേ ഈ മലിനതകളും വിഗ്രഹങ്ങളും നീക്കാൻ ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. വീണ്ടും ജനം പ്രാപിച്ച ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മലിനതകളും വിഗ്രഹങ്ങളും ഒക്കെ നീക്കി പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. മനസ്സിലായോ? ഇനി താഴേക്ക്, പുതിയ ആത്മാവാരാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പൊ ഈ കല്ലായ ഹൃദയം ആരാ ആക്കിയിരിക്കുന്നത്? മലിനാത്മാക്കളും അശുദ്ധാത്മാക്കളും ഭൂതാത്മാക്കളും ഒക്കെ ഇരുന്നിട്ട് ഹൃദയകാഠിന്യം, കയ്പ്, പക, വെറുപ്പ്, വിദ്വേഷം ഒക്കെ ഉണ്ടാക്കിയിട്ട് പല കെട്ടുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്, അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമാക്കാതിരിക്കുവാൻ. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? ആ കല്ല് പോലുള്ള ഹൃദയത്തെ മാറ്റി മാംസളമായൊരു ഹൃദയം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ക്ഷമിക്കാൻ പറ്റും, മറക്കാൻ പറ്റും, പൊറുക്കാൻ പറ്റും, താണിരിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഈ പറയുന്നത്. ഇതിനർത്ഥം കേട്ടോ, ഞാൻ നിനക്ക് കല്ല് പോലുള്ള ഹൃദയം മാറ്റി ഞാൻ പുതിയൊരു ഹൃദയം തരും. കേട്ടോ, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്നും നീക്കാൻ നമുക്ക് ആഗ്രഹം വേണം. ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടണം, ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. അങ്ങനെയാണ് അനുഗ്രഹം വരുന്നത്. കേട്ടോ, നിങ്ങളുടെ ജഡത്തിൽ നിന്നും നീക്കി. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതുകൊണ്ട് വചനം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുന്നു. ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ ഈ ഹൃദയ കാഠിന്യം വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചറിയണം, ഇവിടെ ഹൃദയ കാഠിന്യമല്ല എനിക്ക് വേണ്ടത്, ഈ കെട്ടല്ല എനിക്ക് വേണ്ടത്, ഞാൻ അഴിക്കണം. അത് എന്ത് സംഭവമാണെങ്കിലും. കാരണം ഇത് എൻ്റെ ഉള്ളിൽ കെട്ടുണ്ടോ എന്ന് അറിയാൻ എങ്ങനെയാ? ഈ ഒരു സംഭവം പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്ന വശം നമ്മളുടെ മുമ്പിൽ ആ വ്യക്തി നമുക്കെതിരെ ചെയ്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും. അതാണ് ഹൃദയ കാഠിന്യം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. അവിടെ ഒരു കെട്ടലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അതാണ്. ആ വ്യക്തി ചെയ്തത്, ആ വ്യക്തി മുഖാന്തരം എനിക്ക് സംഭവിച്ചത്, അത് പെട്ടെന്ന് അകത്തുനിന്ന് ഓർമ്മ വരും. ഈ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഈ പറയുന്ന പല സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ആ ഓർമ്മപ്പെടുത്തലുകളെ നീക്കി അവിടെ ക്ഷമിക്കാൻ, മറക്കാൻ, പൊറുക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. അതാണ് ഇതിൻ്റെ നീക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും ചേർന്ന് നമ്മൾ ഒന്നാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നയിക്കുകയാണ്. ഇത് നമ്മളിൽ നടന്നെങ്കിൽ മാത്രമേ ഒന്നാവത്തുള്ളൂ. ഈ പറയുന്ന കല്ലുകൾ നീക്കിക്കളയണം, ഹൃദയകാഠിന്യങ്ങൾ നീക്കിക്കളയണം, മലിനത നീക്കിക്കളഞ്ഞെങ്കിലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവും ഒന്നായി ചേരുന്ന ഒരു അനുഭവത്തിലേക്ക്. അങ്ങനെ ഒന്നായി ചേരുമ്പോഴാണ് നമ്മൾ ആരായിത്തീരുന്നത്? പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുന്നത്. കേട്ടോ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ട് 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ സകല മലിനതകൾ നീക്കി. അതൊരു പ്രോസസ്സിങ്ങിലേക്ക് പോവാണ്.
കേട്ടോ. നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ രക്ഷയുടെ അന്തമായ തേജസ്സിലേക്ക് ദൈവം നമ്മളെ നയിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം ധാരാളമായിട്ട് നമുക്ക് അനുഭവിക്കാൻ തരും, എല്ലാ നന്മകളും നൽകും. ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുകയാണ്. വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ആ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. പരിജ്ഞാനമില്ലെങ്കിൽ നശിച്ചു പോകും, പരിജ്ഞാനമുണ്ടെങ്കിൽ എല്ലാ നന്മകളും അനുഭവിച്ച് പ്രത്യാശയുടെ സമൃദ്ധിയിൽ വളരാനായിട്ട് ഇടയായിത്തീരും കേട്ടോ. അപ്പോൾ പറയണേ, ഞാൻ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതെല്ലാം ദൈവം നമുക്ക് നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് അറിയുന്നൊരു കർത്താവുണ്ട്. ആ കർത്താവ് അതെല്ലാം നമുക്ക് നൽകാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. നീക്കിക്കളയേണ്ട മലിനതകൾ നമ്മൾ നീക്കിക്കളയണം, ഏറ്റുപറയേണ്ടത് ഏറ്റുപറയണം, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് വളരാൻ പറ്റത്തുള്ളൂ. ഇതിന് മറ്റൊരു വ്യക്തിക്ക് നമ്മളെ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. ആ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ രൂപാന്തരപ്പെടാത്ത എൻ്റെ പഴയ മനുഷ്യന് മാത്രമേ അത് തടസ്സപ്പെടുത്താൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ഓരോ ദിവസവും മലിനാത്മാവിനെയും അശുദ്ധാത്മാവിനെയും ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഹൃദയക്കാഴ്ചത്തെ എല്ലാം നീക്കിക്കളഞ്ഞ് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിപ്പിൻ എന്നുള്ള വചനത്തെ മുറുകെ പിടിക്കും. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അങ്ങനെയെങ്കിൽ ആ ദൈവ തേജസ് പ്രാപിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അളവറ്റ കൃപീകരണ സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, അങ്ങ് ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. ഞങ്ങളെല്ലാ മലിനതകളെയും നീക്കിക്കളയുവാൻ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും സന്തോഷവും സ്വസ്ഥതയും പ്രത്യാശയും ഒക്കെ ധാരാളമായി അനുഭവിച്ചും കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വർധനവിൽ ജീവിക്കാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണം. കർത്താവെ, ഈ വചനത്തെ മനസ്സിലാക്കുന്നതൊക്കെ ജ്ഞാനമുള്ള ഹൃദയം എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. കർത്താവെ, വചനത്തിലൊത്തോണം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എല്ലാവരും സഹായിക്കണം. അങ്ങോട്ട് വരവടുത്തിരിക്കുന്ന ഒരു കാലയളവിൽ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരേണ്ടതിൻ്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെല്ലാവരും ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അങ്ങ് സഹായിക്കണം. പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണം. വരവിൻ്റെ പ്രത്യാശ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.